നിമിഷപ്രിയ എന്ത് തെറ്റു ചെയ്തു, എന്ത് കാര്യങ്ങൾ ചെയ്തു, എത്ര മാസം ജയിലിൽ അവർ അനുഭവിച്ചു എന്നുള്ളതൊക്കെ ഓരോ മനുഷ്യന്റെയും സാഹചര്യം കൊണ്ടാവുന്നതാവാം. നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ കഥകൾ അവർക്കുണ്ടാവാം. ഇവിടെ ഒരു മനുഷ്യ ജീവന് വേണ്ടിയാണ് കേരളമല്ല ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്നത്. ഇപ്പോഴും ആ കുടുംബം മാപ്പ് കൊടുത്താൽ മാത്രമേ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുകയുള്ളൂ. ഇതിലെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വളരെ കൃത്യമായും ശക്തമായും ഒരു സഹോദരൻ നിലപാടെടുക്കുന്നു, ഒരു കാരണവശാലും ഞങ്ങൾ ഈ ബ്ലഡ് മണി വാങ്ങില്ല, മറിച്ച് നീതിയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പാക്കൽ എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് ഒരു സഹോദരൻ ഉറച്ചു നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഇത് കാര്യങ്ങളെ സങ്കീർണമാക്കുമോ? ഈ സഹോദരനെ കൂടി സമ്മതിപ്പിക്കുക എന്നുള്ളതാണോ ഇനിയുള്ള വഴി? നമുക്ക് GCC നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിക പ്രിൻസിപ്പിള്, ശരിയ ലോയുടെയൊക്കെ പ്രിൻസിപ്പിൾ എടുത്തുകൊണ്ട് ആണ് പലപ്പോഴും യമൻ അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ യമൻ ഇത്തരത്തിലുള്ള ഇസ്ലാമിക പ്രിൻസിപ്പിളായിട്ട് എടുത്തു പോകുമ്പോൾ ഇതിനെ കാറ്റഗറൈസ്, ക്രിമിനൽ കേസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഹുദൂദ് ക്രൈം, അതുപോലെ തന്നെ കിസാസ് ക്രൈം. ഹുദൂദ് ക്രൈം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഡിവൈൻ ഗോഡ് പറഞ്ഞിട്ടുള്ള നിയമവ്യവസ്ഥ എന്താണോ, അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ ആ ശിക്ഷ കൊടുക്കുക. അതിനു മുമ്പ് ട്രയലും കാര്യങ്ങളും സാക്ഷി വിസ്താരവും ഒക്കെ ചെയ്യണം. ഇവിടെ കിസാസ് ക്രൈം എന്നുള്ള രീതിയിൽ ഇതിന്റെ കൊല ചെയ്യപ്പെട്ട ആളുടെ ലീഗൽ അയേഴ്സ്, ബന്ധുക്കൾ അവർ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ദിയാധനം വാങ്ങിക്കൊണ്ട് അവർക്ക് മാപ്പ് നൽകാമെന്ന് ഖുറാനിൽ തന്നെ വ്യവസ്ഥ ഉള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനെതിരെ ആയിട്ട് പല രീതിയിലും കേരളത്തിലെ കേരള സ്റ്റോറിയൊക്കെ വന്ന് അതിനുശേഷം കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി എന്താണെന്ന് കാണിക്കുവാൻ ശ്രീ ചാണ്ടി ഉമ്മനും കാന്തപുരം മുസല്യാരൊക്കെ ശ്രമിക്കുമ്പോൾ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള പല ആളുകളും ഉണ്ട്. ദയവ് ചെയ്ത് ഇവിടെ ഒരു മനുഷ്യ ജീവന് വേണ്ടിയാണ് കേരളമല്ല ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്നത്. ഇപ്പോഴും ആ കുടുംബം മാപ്പ് കൊടുത്താൽ മാത്രമേ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുകയുള്ളൂ. കാരണം യമൻ എന്ന് പറഞ്ഞ രാജ്യം കഴിഞ്ഞ കുറെ കാലമായി സിവിൽ വാറിലാണ്. അവിടെ ഇപ്പോൾ ഉള്ളത് ഒരു ഭരണകൂടം പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലാണ്, PLC ആണ്. 2022 മുൻ പ്രസിഡന്റായ അബ്ദുൾ റബ്ബ് മൻസൂർ ഹാദി പോയതിനു ശേഷം ഒരു കൃത്യമായ രീതിയിലുള്ള നിലപാടെടുക്കാൻ പറ്റാത്ത യമൻ പോലുള്ള ഒരു രാജ്യത്ത് സൗദിയുടെ അണ്ടറിലുള്ള സൗത്ത് യമനും നോർത്ത് ഹൂതികളുടെ അണ്ടറിലുള്ള നോർത്ത് യമനുമായി രാഷ്ട്രീയപരമായി തന്നെ വലിയ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ സാധാരണ രീതിയിൽ ആർക്കാണ് വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കുന്നത്? ആ രാജ്യത്തെ പ്രസിഡന്റിനാണ്. പക്ഷെ ആ രീതിയിലുള്ള പ്രസിഡൻഷ്യൽ ആയിട്ടുള്ള നയതന്ത്ര ബന്ധം പോലും കാര്യമായിട്ടില്ലാത്ത യമനിൽ ഇത്തരത്തിൽ കാന്തപുരം ഉസ്താദിനെ പോലുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് മാനുഷികമായ പരിഗണനകൾ, ഖുറാന്റെ സൂക്തങ്ങളും ഖുറാനിൽ കാണിച്ചിരിക്കുന്ന കിസാസ് എന്നുള്ള രീതിയിൽ പല്ലിന് പല്ല്, അതായത് ഐ ഫോർ ഐ എന്നുള്ള രീതിയിലുള്ളതാണ് കിസാസ്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്നുള്ള നിയമത്തിൽ പറയുമ്പോൾ തന്നെ ശരീഅത്തിൽ പറയുന്നുണ്ട് ദിയാധനം വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുക്കാം എന്നുള്ളത്. അങ്ങനെ ദിയാധനം കൊടുത്ത് മാപ്പ് കൊടുക്കാനുള്ള ചർച്ചകൾ നടത്തുമ്പോൾ ഇവിടെ എനിക്ക് മുബാറക്കിനെ കൂടുതൽ അറിയില്ല. അത്തരത്തിലൊരു കാര്യം മുബാറക്കിനെ പോലുള്ളവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ആക്ടിവിറ്റീസ് ആര് തന്നെയായാലും അവരെ എന്നും പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പോലും പാടില്ല അഭിലാഷ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ഒരു ജീവന് വേണ്ടി കേഴുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. നിമിഷപ്രിയ എന്ത് തെറ്റു ചെയ്തു, എന്ത് കാര്യങ്ങൾ ചെയ്തു, എത്ര മാസം ജയിലിൽ അവർ അനുഭവിച്ചു എന്നുള്ളതൊക്കെ ഓരോ മനുഷ്യന്റെയും സാഹചര്യം കൊണ്ടാവുന്നതാവാം. നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ കഥകൾ അവർക്കുണ്ടാവാം. പക്ഷെ അവിടെ നീതിന്യായ വ്യവസ്ഥയിൽ ഖുറാന്റെ സൂക്തങ്ങളിൽ ശരിയ ലോ പ്രകാരം ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അർഹത കിട്ടുന്ന ഈ ഒരു സമയത്ത് മലയാളികളായ എല്ലാ ആളുകളും, ഇന്ത്യക്കാരായ എല്ലാ ആളുകളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയത്ത് വളരെ യാദർശികമായിട്ട് ഒരു ഉസ്താദിന്റെ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ ഈ കാലഘട്ടത്തിൽ ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാ മലയാളികളും എല്ലാ കേരളക്കാരും സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവായി പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. ഇത് ഇസ്ലാമിക ധർമ്മത്തിന് അവരുടെ ബന്ധുക്കൾ മാപ്പ് കൊടുക്കാത്ത കാലത്തോളം ഇനി ഇവിടുത്തെ യമനിലെ ഭരണകൂടത്തിന് ഇടപെടാൻ പറ്റാത്ത സ്ഥിതിയിൽ, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം താറുമാറായിരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഇന്ത്യൻ കോടതിയിലെ സുപ്രീം കോടതിയിലോ ഏതെങ്കിലും ഒരു വിധി പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടപെടലുകൾ കണ്ടുകൊണ്ട് മലയാളി
മലയാളികൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. തീർച്ചയായും മലയാളികൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് എന്നുള്ള കാര്യം അവിതർക്കിതമാണ്. തീർത്തും ശരിയാണ് ശ്രീ ആഷിഖ് തൈക്കണ്ടി പറഞ്ഞ കാര്യം.